ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി വന്നിരിക്കുന്ന ഒരു വ്ളോഗായിട്ടാണ്. ഇന്ന് എന്ത് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇന്ന് ഞങ്ങൾ റിയാദിൽ നിന്ന് നാട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ ഏകദേശം 1.5 years ആയി. കഴിഞ്ഞ ഡിസംബറിൽ പോയതാണ്. 2023 ഡിസംബറിലാണ് ലാസ്റ്റ് പോയത്. ഇപ്പോൾ 1.5 years ആയി. ഫ്ലൈറ്റ് മോർണിംഗ് 11:30 ഇപ്പൊ ടൈം എത്രയായി? 7:35 ആയി. 7:35. നമ്മള് മിക്കവാറും 8 മണിക്കുള്ളിൽ ഇറങ്ങും. 8 മണിയൊക്കെ ആകുമ്പോ ഞങ്ങൾ ഇറങ്ങും. എന്തായാലും 8 മണിക്ക് മുമ്പ് ഇറങ്ങണം. നിങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി ഷൂ ഒക്കെ ഇടാണ്ട് എനിക്കുള്ളൂ. ഞാൻ ഷൂ ഇട്ട്, എനിക്ക് മാത്രമേ ഉള്ളൂ ഇനി ഷൂ ഇടാൻ. ഇവരൊക്കെ ഷൂ ഇട്ട്. പിന്നെ വാപ്പച്ചി വാപ്പച്ചെല്ലാം കുളിച്ച് കഴിഞ്ഞിപ്പോ റെഡി ആയിക്കൊണ്ടിരിക്കണം. റെഡി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങും. ഇവരൊക്കെ ഇനിയിപ്പോ ഷൂ ഒക്കെ ഇടണം. വാച്ചിക്ക് 2 മിനിറ്റ് എല്ലാത്തിനും കൂടെ പുറത്തിറങ്ങി പറയായിരുന്നു. പിന്നെ നമുക്ക് ഇറങ്ങാം. പെട്ടിയൊക്കെ എടുത്തോണ്ട് വെച്ചാ? പെട്ടി എല്ലാം എടുത്ത് വെച്ച് ലാസ്റ്റ് പെട്ടിയാ. ചേച്ചി നോട്ടെ ചിന്തിരിയായിരുന്നു. വണ്ടിയിലോട്ടാ? വാപ്പച്ചി വന്നില്ല. വാപ്പി വന്നു. ഇറങ്ങി ഇത് നമ്മുടെ വണ്ടി. അകത്തേക്ക് ഇതാ വണ്ടി. നൈസ്. നീങ്ങി ഏകദേശം 1 മണിക്കൂർ എടുക്കും കേട്ടോ. 45 minutes. ഏകദേശം നമ്മളിപ്പോ 8 മണിയാവാറായി. 7:54. നമ്മളിപ്പോ ഇനിയിപ്പോ 8 മണിയാ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലോട്ട് വരാൻ ഒരു 1 hourത്തെ ദൂരമുണ്ട്. ഫ്ലൈറ്റ് രാവിലെ ആയിരുന്നുകൊണ്ട് ഞങ്ങളാരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും ഇച്ചു അമ്മയൊക്കെ ഉറങ്ങി. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും 7 kg ഹാൻഡ് ബാഗ്, അതുപോലെ 30 kg കാർട്ടൂണും കൊണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരെയും ലഗേജ് വെക്കാൻ വേണ്ടി 3 ട്രോളി വേണ്ടി വന്നു. എയർപോർട്ടിലെ ട്രോളി വിട്ട ഇച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നീങ്ങി അങ്ങ് പൊയ്ക്കോളും. പക്ഷേ ഇച്ചു ഉറക്കത്തിൽ എഴുന്നേറ്റായതുകൊണ്ട് അവൾക്ക് അത്ര മൂടുണ്ടായിരുന്നില്ല ഉരുട്ടാൻ. എയർപോർട്ട് എത്തിയല്ലേ? വണ്ടി നന്നായിട്ട് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് 5 കാർട്ടൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 5 കാർട്ടൂണും ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചു പിന്നെ ഒരു സ്ഥലത്തങ്ങ് ഇരിപ്പായി. അവിടെ ഇരിക്കല്ലേ? ബാഗ് വന്ന് അടയ്ക്കാൻ പറ്റണം കേട്ടോ. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് 11:30 ഇപ്പോൾ മിക്കവാറും 11 o'clock 10:30 ആയിരിക്കും റിപ്പോർട്ടിംഗ് ടൈം. പിന്നെ ഞങ്ങൾ വെയിറ്റിങ്ങിന് പോയി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എപ്പോഴത്തെ പോലെ ഇച്ചിരി ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് പോകുന്നതും അതും ഇതൊക്കെ കാണിച്ച് നാട്ടിൽ കൊണ്ടുപോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിച്ചു. ഫ്ലൈറ്റിൽ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റിലെ ഫുഡിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേനെ. പൂരി ഇഡ്ഡലി ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെയാണ് മേടിച്ചത്. ഇഡ്ഡലിക്ക് അമ്മ കറിയൊക്കെ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ കഴിച്ചു പൂരി കഴിച്ചത്. ബാക്കി എല്ലാവരും ഇഡ്ഡലി കഴിച്ചു.
ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റിപ്പോർട്ടിംഗ് ടൈമായി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ബാഗും അതും ഇതൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ഗേറ്റ് നമ്പറിലോട്ട് പോയി. നമ്മൾ സോൺ 2 അല്ലേ? ഇതുകൊണ്ട് പറക്കണം. ഗേറ്റ് നോക്കണ സ്ഥലത്തേക്ക് വിൻഡോ സീറ്റാ? വിൻഡോ സീറ്റ്, ലാസ്റ്റ് സീറ്റ്. അയ്യോ, ഇവിടെ നിന്ന് പൈലറ്റ് ഒക്കെ ഓടിക്കണേ. ടിവിയില്ല. ഫ്ലൈറ്റിൽ ടി വിയിലാണെന്ന് കണ്ടപ്പോഴത്തേക്ക് ഇച്ചു അങ്ങ് ഡൗൺ ആയി. പിന്നെ അവൾ ഉമ്മയുടെ അങ്ങ് പോയിരുന്നു. ഞാൻ വാപ്പച്ചി ആമയും കൂടി ഒരു സീറ്റിൽ അങ്ങ് ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ വാപ്പച്ചീനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവൾ ഞങ്ങളോടെ വന്നിരുന്നു. ये आपकी सीट है। सीट बेल्ट बांधने के लिए इस मेटल जिप को बक्कल में डालिए और शाफ्ट को खींचकर इसे कस लीजिए। ഇനി ഞങ്ങളെത്താൻ ഏകദേശം 1 hour കൂടി ഉള്ളൂ. 1 മണിക്കൂർ കൂടി ഉള്ളൂ. 1 hour കൂടി ഉള്ളൂ. ഇപ്പൊ ടൈം 4 o'clock ആയിട്ടുണ്ട്. റിയാദ് ടൈമാണ്. റിയാദിലെ ടൈം 4 o'clock ആയിട്ടുണ്ട്. ഇന്ത്യൻ ടൈം നമ്മൾ എനിക്ക് 7:30 എത്താം. ആക്ച്വലി 7:20 ലാൻഡ് ചെയ്യേണ്ടത്. ചില വെതർ കണ്ടീഷൻസ് കാരണം 10 minutes ലേറ്റ് ആയി. 7:30 ജസ്റ്റ് 10 minutes. ഞങ്ങൾ അത്ര തന്നെ പ്രതീക്ഷിച്ചത്. ഇപ്പൊ ടൈം എത്രയായി? 4:30 ആയിരുന്നു. 4:30 കഴിഞ്ഞു. 4:35 ആയി. ഇനി വിത്തിൻ 25 minutes ഞങ്ങൾ എത്തും. അപ്പൊ ഞാൻ ഇനി മൈക്ക് ചാർജ് ഇട്ടിരിക്കട്ടെ, അല്ലെങ്കിൽ എന്റെ മൈക്കിന് ചാർജ് ഒന്നും പിന്നെ അവിടെ ലാൻഡ് ചെയ്യുമ്പോ പിന്നെ പറയാൻ മൈക്ക് ചാർജ് ആണില്ല. ഞങ്ങൾ 7:30 തന്നെ അങ്ങനെ ലാൻഡ് ചെയ്തു. ഇനി ഇച്ചൊക്കെ ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെന്ന്. പക്ഷെ നാട്ടിലെത്തിയ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ഉഷാറായിരുന്നു ആള്. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ ഞങ്ങൾ നേരെ പോയത് ലഗേജ് എടുക്കാനാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര യാത്രയുടെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ട് ടാക്സി വിളിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ നാട്ടിൽ പോകുന്ന വ്ളോഗ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.